പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ എവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രാജ്യത്ത് പുരുഷന്മാരിൽ വരുന്ന ഏകദേശം മൂന്നിലൊന്നിൽ കുറച്ച് കുറവാണ്. ഏകദേശം ഒരു 30% ക്യാൻസറുകളും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറാണ്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ വായിക്കകത്ത് വരുന്ന ക്യാൻസർ, നാക്കിലെ ക്യാൻസറുകൾ, ചുണ്ടിൽ വരുന്നത്, തൊണ്ടയിൽ വരുന്നത്, അണ്ണാക്കിൽ വരുന്നത്, ഇങ്ങനെയുള്ള ക്യാൻസറുകളെയാണ് നമ്മൾ പൊതുവെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുക. ഈ ക്യാൻസറുകൾ വരുന്നത് പുകയിലയുടെ ഉപയോഗം കൊണ്ടാണ് വരുന്നത്. പ്രത്യേകിച്ചും പുകവലിക്കുക, അതിലുപരിയായിട്ട് പുകയില ഉൽപ്പന്നങ്ങൾ ചവയ്ക്കുക, മൂക്കിപ്പൊടി പോലെ വലിക്കുക, നാക്കിനടിയിലിട്ട് ഉപയോഗിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കൂട്ടും. അപ്പം ഇതിനെതിരെ നമ്മൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ അവബോധം വളർത്തുവാനും ഈ രോഗം നേരത്തെ കണ്ടെത്തുവാനും ചികിത്സിക്കാനും ഒക്കെ ആളുകളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ അവയർനെസ് മന്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ വായിക്കകത്ത് അല്ലെങ്കിൽ തൊണ്ടയിലൊക്കെ സാധാരണ അൾസറോ പുണ്ണോ ഒക്കെ വരാം. പക്ഷേ ആർക്കെങ്കിലും ഒരു പുണ്ണ് വന്നിട്ടത് 2 ആഴ്ചയിലധികമായിട്ടത് ഉണങ്ങാതെ നിൽപ്പുണ്ട്. ഈ പുണ്ണ് വലുതാകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പുണ്ണെന്ന് വെച്ചാൽ അൾസർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ കഴുത്തിലും മുഴകളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിപ്പോകാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, 2-3 ആഴ്ചയിലധികമായിട്ട് സ്വരം മാറിയിരിക്കുന്നു, സൗണ്ട് ചേഞ്ച് ആയിട്ടിരിക്കുന്നു, തൊണ്ടയിൽ എന്തെങ്കിലും പുണ്ണുണ്ട്, ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ നമ്മൾ സമയം കളയാതെ തന്നെ പോയി ENT ഡോക്ടറെ കണ്ട് അതിന് കാരണം എന്താണ്, പലതിനും ക്യാൻസർ കൊണ്ടായിരിക്കണം നിർബന്ധമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ലക്ഷണമുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ക്യാൻസർ കൊണ്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള രോഗികൾ ഡോക്ടറിനെ കാണുകയും ഇതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ്. കാരണം നേരത്തെ കണ്ടെത്തിയാൽ 85 മുതൽ 95% വരെ ഈ ക്യൂർ റേറ്റ്സ്, അതായത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന രോഗമാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറുകൾ. പക്ഷേ അത് വളരെ വലുതായതിനു ശേഷമാണ് നമ്മുടെ രോഗം കണ്ടെത്തുന്ന വരികിൽ ചികിത്സിച്ച് അത് ഫലപ്രാപ്തിയിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക, റിസ്ക് ഫാക്ടറൊക്കെ ഒഴിവാക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വരികില്ല, അതിന് നേരത്തെ പ്രതിവിധി കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.